നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ കൂടുതൽ പ്രയത്നം വേണ്ടിവരും. ദൂരയാത്ര വേണ്ടി വരുവാനിടയുണ്ട്. തന്മൂലം കുടുംബത്തിലെ ചില കാര്യങ്ങളെല്ലാം ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബന്ധുമിത്രാദികൾ വിരുന്നു വരുവാനിടയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ അവസരമുണ്ടായിത്തീരും. കലാകായിക മത്സരങ്ങളിൽ വിജയം കൈവരിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ ഏർപ്പെടുവാനുള്ള അവസരം കൂടുതൽ പ്രയത്നിച്ചാണെങ്കിൽ പോലും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഗുണകരമായി തീരുവാനിടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനിടയുണ്ട്. ഏതൊരു കാര്യവും വളരെ സസൂക്ഷ്മം ചെയ്തു തീർക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഗുണകരമായി തീരും. സംഘ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടാകും. തീരുമാനങ്ങളിൽ ഔചിത്യമുണ്ടാകുന്നത് വഴി സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാൻ സാധിക്കും. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ വരുന്ന മാസത്തിൽ വന്നു ചേരുമെന്നറിഞ്ഞതിനാൽ ആശ്വാസകരമായ അന്തരീക്ഷം സംജാതമാകും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനം മാറ്റിവെക്കുവാനിടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാൻ നിയമസഹായം തേടുവാനിടയുണ്ട്. വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്ന് മാത്രമല്ല, പുതിയ തൊഴിലവസരങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ നിയന്ത്രണം വേണം. ഗതാഗത നിയമം തെറ്റിക്കുന്നത് വഴി മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പിഴ അടയ്ക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനിടയുണ്ട്. നിഷേധാത്മകമായിട്ടുള്ള നിലപാടിൽ നിന്നും പിന്മാറി സൗമ്യ സമീപനം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഫലപ്രാപ്തി നേടുവാനും സൽകീർത്തി, സജ്ജനപ്രീതി, പ്രതാപം, ഐശ്വര്യം എന്നിവ ഉണ്ടായിത്തീരുവാനും ഈ നവംബർ മാസത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.